ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ പ്ലാൻ ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും പിടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടുള്ള ടൂൾസ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും അതിന്റെ അകത്ത് എപ്പോഴും കണ്ടന്റ് ഇടാനും അതിന്റെ എഡിറ്റിങ്ങും എല്ലാം ഞങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ശ്രദ്ധിച്ചോ, സേവ് ചെയ്തോ, ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. വേറെ ഒന്നുമില്ല, ഫ്രീ ടൂൾസ് ആണ് കേട്ടോ. SEO ആൻഡ് കണ്ടന്റ് ആണ് ആദ്യത്തെ കാര്യം. നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? അടിപൊളിയായിട്ടുള്ള കണ്ടന്റുകൾ പ്ലാൻ ചെയ്ത് വെക്കുക. എന്ത് തരത്തിലുള്ള നീഷിലെ എന്ത് തരത്തിലുള്ള കണ്ടന്റുകൾ സെലക്ട് ചെയ്യണം, അത് എവിടെ നിന്ന് കിട്ടും? എപ്പോഴും കണ്ടന്റ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ കണ്ടന്റ് ഫാറ്റിക് ആവും. ചില യൂട്യൂബേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഒരു കണ്ടന്റും ഇല്ല ഇടാൻ വേണ്ടി, അങ്ങനെ അവസാനം യൂട്യൂബ് മൊത്തം അവരെ നാശമായി പോകും. അപ്പൊ കണ്ടന്റ് എപ്പോഴും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി എപ്പോഴും നിങ്ങളുടെ കയ്യിൽ പൈപ്പ് ലൈനിൽ കണ്ടന്റ് വേണം. അതുപോലെ തന്നെ അത് റാങ്ക് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് SEO അറിഞ്ഞിരിക്കണം. അതും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് ആദ്യത്തെയാണ് ഗൂഗിൾ ട്രെൻഡ്. ഗൂഗിൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൂഗിൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗൂഗിളിന്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ആണ്. ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് ലൊക്കേഷൻ നമുക്ക് കേരളം അതിന്റെ അകത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നിങ്ങളെ നീഷ് ഏതാണ്, നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന നീഷ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ, മേഖല. ഇപ്പൊ നിങ്ങളൊരു കുക്കിംഗ് ചാനൽ ആണെങ്കിൽ, കുക്കിംഗ് ചാനലാണ് നിങ്ങളെ മേഖല എന്ന് പറഞ്ഞാൽ കുക്കിംഗ്. കുക്കിംഗ് അങ്ങ് അടിച്ചിട്ട് അത് നോക്കുക. അപ്പൊ കുക്കിംഗിൽ എന്തൊക്കെയാണ് ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് കേരളത്തില് നീഷില്, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പേര് അത് കാണുന്നുണ്ട്, എത്രയൊക്കെ നിങ്ങൾക്ക് വോളിയം ഉണ്ട്. ആ കുക്കിങ്ങിൽ തന്നെ ഓരോ ടോപ്പിക്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് അത് അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇതിന്റെ തന്നെ വേറൊരു ടൂൾ ഉണ്ട് കേട്ടോ, ഗൂഗിൾ കീവേഡ് പ്ലാനർ. ഇത് ആഡ്സിനൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ അകത്ത് ഓരോ സെർച്ച് എത്ര കീവേഡ്സ് സെർച്ചസ് ഒക്കെ നോക്കുന്നുണ്ട്, അതൊക്കെ വെച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് ChatGPT. ChatGPT പലരും കേൾക്കുന്നുണ്ടാവല്ലോ. ChatGPT ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന നിങ്ങൾക്ക് കിട്ടുന്ന നീഷിന്റെ അകത്തുള്ള നിങ്ങളെ കണ്ടന്റുകളൊക്കെ ഒന്ന് വെച്ചിട്ട്, ഇപ്പൊ ലെറ്റ്സ് കുക്കിംഗ് ചാനൽ ആണെങ്കിൽ ബെസ്റ്റ് കുക്കിംഗ് വീഡിയോസ് ഫോർ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തരും എന്തൊക്കെയാണെന്ന്. അതനുസരിച്ച് കണ്ടന്റുകൾ ഷോർട്ട് ഫോർമാറ്റ് ആണെങ്കിൽ ഷോർട്ട് ഫോർമാറ്റ്, ലോങ് ഫോർമാറ്റ് ആണെങ്കിൽ ലോങ് ഫോർമാറ്റ് ഉണ്ടാക്കുക. ChatGPT ടൈപ്പ് ചെയ്യുക. മലയാളം അറിയുള്ളൂ, ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് അത് മാറ്റി ഇംഗ്ലീഷിലാക്കി അത് എടുക്കുക. അത് പിന്നെ ട്രാൻസ്ലേറ്റ് വെച്ചിട്ട് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ, ഉപയോഗിക്കാൻ പറ്റും. ആർക്കും മടി വേണ്ട. ChatGPTയും ട്രെൻഡ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഉള്ളതാണ് ട്യൂബഡി. ട്യൂബഡി എന്ന് പറഞ്ഞാൽ എന്താ? ട്യൂബഡി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഗൂഗിളിന്റെ ക്രോമിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമിന്റെ സ്റ്റോറി പോയി കഴിഞ്ഞാൽ യൂട്യൂബ് ബഡി സെർച്ച് ചെയ്യുക, അതിന്റെ അകത്തോട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക, കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ യൂട്യൂബിന്റെ കൂടെ കണക്ട് ചെയ്താൽ നിങ്ങളുടെ അനലിറ്റിക്സ് ഒക്കെ ഇച്ചിരി കൂടി നോക്കാൻ എളുപ്പമാണ്. അല്ല അവിടുന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതുമായി ട്യൂബ് ബഡി നിങ്ങൾക്ക് ആയിട്ടുണ്ട്. ഈ 3 ടൂൾസ് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കണം. അടുത്താണ് റാപ്പിഡ് ടാഗ്. ടാഗ് എന്തിനാ? നിങ്ങളിപ്പോ കാണാറുണ്ടോ എന്ന് അറിഞ്ഞൂടെ, യൂട്യൂബിൽ തന്നെ ഷോർട്സിലൊക്കെ ടാഗ് ഇടണം. ടാഗ് യൂട്യൂബിലായാലും ഇടേണ്ടി വരും. ആ ടാഗ് ഇപ്പം ലെറ്റ്സ് നമ്മൾ കുക്കിംഗ് ചാനൽ പറഞ്ഞില്ലേ, കുക്കിംഗ് ചാനൽ ലെറ്റ്സ് ഹൗ ടു മേക്ക് എ ബിരിയാണി. ചുമ്മാ അതെടുത്തിട്ട് ഈ റാപ്പിഡ് ടാഗിന്റെ വെബ്സൈറ്റിൽ പോകുക, റാപ്പിഡ് ടാഗ് സെർച്ച് ചെയ്യുക, ആദ്യത്തെ വെബ്സൈറ്റ് വരത്തില്ലേ ഗൂഗിളിൽ, അതിലോട്ട് അങ്ങ് പോയിട്ട് അതിന്റെ അകത്തോട്ട് ഇട്ടാൽ ഒത്തിരി ടാഗ് വരും. അതിന് ആവശ്യമുള്ള ടാഗ് മാത്രം സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിലോട്ട് അങ്ങ് യൂട്യൂബ് ചാനൽ പേസ്റ്റ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ, കാര്യം തീർന്നു. ഓക്കെ, ഈ 4 ആവശ്യമാണ് കേട്ടോ. പിന്നുള്ള ആൻസർ ദ പബ്ലിക്. ആൻസർ ദ പബ്ലിക് എന്താ? അതൊരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ്. അതിന്റെ അകത്ത് നമുക്ക് പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ ഫോമാറ്റിൽ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ദ ബെസ്റ്റ് ബിരിയാണി ഇൻ കേരള, അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ബെസ്റ്റ് ബിരിയാണി ഹോട്ടൽ ഇൻ കേരള. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും. അതൊക്കെ ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആയിട്ട് നമുക്ക് ഒരു കീവേഡ് അനുസരിച്ച് എത്ര പേര് അവിടെ പോകുന്നുണ്ട്, എന്റെ എൻഗേജ്മെന്റ് റേറ്റ് എത്ര, അതൊക്കെ അവിടെ നിന്ന് എടുത്താൽ കണ്ടന്റ് ഐഡിയ. ഇത് കണ്ടോ, കണ്ടന്റ് ഐഡിയ തന്നെ നിങ്ങൾക്ക് കിട്ടി. അത് എങ്ങനെയൊക്കെ ട്രാക്ക് ചെയ്യണം നല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ടൂൾസ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ടൂൾസ് ഉപയോഗിച്ചാൽ ആയില്ലേ, പിന്നെന്താ ഉള്ളത്? പിന്നെ ഉള്ളതാണ് വീഡിയോ എഡിറ്റിംഗിന്റെ ഫ്രീ ടൂൾസ്. ഇനി വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് പാടാന്ന് എന്നോട് പറയരുത്. അതിനൊരു എഡിറ്ററിന്റെ ആവശ്യമില്ല. തുടങ്ങുവാണെങ്കിൽ ഇതൊക്കെ വെച്ച് തന്നെ ചെയ്യാം. ഈവൻ ഈ വീഡിയോ പോലും ഞങ്ങൾ VM വെച്ച് എഡിറ്റ് ചെയ്തത്. വലിയ വിഷയമുള്ള കാര്യമല്ല. ഇതിന്റെ അകത്ത് ക്യാപ് കട്ട് ഉണ്ട്. ക്യാപ് കട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് ആപ്പ് ആണ്. എല്ലാവരും ഇപ്പൊ ഇൻസ്റ്റയിലും എല്ലാം ഉപയോഗിക്കുന്ന ക്യാപ് കട്ടാ. ഈ ക്യാപ് കട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ ആകെ എന്താ ചെയ്യേണ്ടത്? VPN വെച്ചിട്ട് അഡ്രസ്സ് മാറ്റിയിട്ടൊക്കെ ചെയ്യേണ്ട ഇച്ചിരി വിഷയമുള്ള ഒരു പരിപാടിയാ. പക്ഷെ പറ്റുമൊക്കെ ചെയ്യും. വേറെ ഒന്നാണ് VN. ഈ VN നിങ്ങൾക്ക് ചുമ്മാ ഇൻസ്റ്റാൾ ചെയ്യാം. മൊബൈലിലും ലാപ്ടോപ്പിലും വേണമെങ്കിൽ ചെയ്യാം. VN 100+ വീഡിയോസ് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാം. അടിപൊളി സോഫ്റ്റ്വെയർ, ഞാനും ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിച്ചോളൂ. പിന്നെയാണ് ഉള്ളത് നമ്മുടെ ഈ ഇൻഷോട്ട് ആപ്പ്. എല്ലാവരും പണ്ടേ തൊട്ട് ഉപയോഗിക്കുന്ന ഇൻഷോട്ട്, അതൊന്ന് ട്രൈ ചെയ്ത് ഒത്തിരി എളുപ്പമാണ്. പിന്നെ യൂട്യൂബ് തന്നെ ഉള്ള ക്രിയേറ്റ് ആപ്പ് കണ്ടോ, യൂട്യൂബിൽ തന്നെ ക്രിയേറ്റ് ആപ്പ് സുഖ, ഒന്നുമില്ല, എഡിറ്റിംഗ് എളുപ്പമായി. പിന്നെ BGM പാട്ട് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ഇല്ല എന്ന് പറയുന്നവരുണ്ടല്ലോ, ഒത്തിരി പേര് പറയും BGM റോയൽറ്റി ആണ്, കിട്ടത്തില്ല. myinstance.com പോവുക, ഇപ്പൊ തന്നെ പോയി സെർച്ച് ചെയ്തോ. BGM പാട്ട് റെൻഡറിങ് ആയിട്ടുള്ള റീൽസ് പാട്ട് എല്ലാം കിട്ടും. അങ്ങ് ഡൗൺലോഡ് ചെയ്യുക, ഇടുക, അങ്ങ് എഡിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. വിഷയമില്ല. ആയി. ഇനി അടുത്താണ് ഫ്രീ ടൂള്. എന്തിനാ? വോയിസ് ഓവറിന്. ചിലപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ പോയി വീഡിയോ എടുത്തു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പബ്ലിക്കിൽ പോയി വീഡിയോ എടുത്തു.
വീട്ടിൽ വന്നു വോയിസ് ഓവർ ചെയ്യണം. മൈക്ക് ഉണ്ടെങ്കിൽ മൈക്ക് ഏതാ JBL-ന്റെയോ ബോയയുടെയോ ഒക്കെ 500 രൂപ 700 രൂപയ്ക്ക് മൈക്ക് കിട്ടും. വയർ അതങ്ങ് കണക്ട് ചെയ്യുക മൊബൈലിൽ. ഈ video.io എന്ന് പറയുന്ന ആപ്പിന്റെ അകത്ത് കയറിയിട്ട് അങ്ങ് എഡിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വേറെ എത്ര സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറയട്ടെ. ഇപ്പൊ തന്നെ അഡോബിന്റെ തന്നെ ഫ്രീ ഓഡിയോ റെക്കോർഡർ ഉണ്ട്, അല്ലെങ്കിൽ സ്പോട്ടിഫൈയുടെ തന്നെ വേറെ റെക്കോർഡർ ഉണ്ട്. വെച്ചങ്ങ് ചെയ്യുക. വീഡിയോ എഡിറ്റിങ്ങും പറ്റും. നിസ്സാരം അല്ല നിസ്സാരം. ഇനി തംബ്നെയിൽസിന് വേണ്ടി ഫ്രീ ആ കേട്ടോ. ക്യാൻവ, ഫിഗ്മ, പിക്സൽ ലാബ്, അഡോബ് എക്സ്പ്രസ്. ക്യാൻവയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഈവൻ ഡിസൈനേഴ്സ് പോലും വേഗം ഒരു ഡിസൈൻ വർക്ക് വന്നാൽ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ മിക്കതും തംബ്നെയിലും ക്യാൻവയിലാണ്. ക്യാൻവ മതി, മൊബൈലിൽ പറ്റും, എളുപ്പാ, അടിപൊളിയായിട്ട് റിസർച്ച് ചെയ്ത് അങ്ങ് ചെയ്തോ. സ്റ്റാർട്ടിങ് ഒക്കെ മിസ്റ്റേക്സ് ആയിരിക്കും, ചെയ്ത് റെഡി ആയിക്കോളും. പിന്നുള്ള പിക്സൽ ലാബ് മൊബൈലിൽ പറ്റുന്നതാണ്. പിന്നെ ഈ ഫിഗ്മ ഉണ്ടോ, ഈ ഫിഗ്മ ഇച്ചിരിയും കൂടി UI UX ആണ്. അത് ലാപ്ടോപ്പ് വേണ്ടി വരും. അഡോബ് എക്സ്പ്രസും ലാപ്ടോപ്പ് ഒക്കെ വേണ്ടി വരും. ഇത് നമുക്ക് സുഖമായിട്ട് പറ്റും. ഇതും ലാപ്ടോപ്പ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പറ്റുവേ. തംബ്നെയിലുമായി ഇനി ആകെ നോക്ക്, ഇതിന്റെ അകത്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഫുൾ സെറ്റ് ആണ്. വേറെ ഒന്നും പേടിക്കണ്ട. വീഡിയോസിന്റെ ഏകദേശം നിങ്ങൾക്ക് കണ്ടന്റുകളായി, ഒരു തംബ്നെയിലായി, വോയിസ് റെക്കോർഡറായി, വീഡിയോ എഡിറ്ററായി, കണ്ടന്റ് ഐഡി ആയി, ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളോട് കമന്റിൽ അറിയിച്ചാൽ മതി. ഞങ്ങൾ അതിന്റെ റെസ്പോൺസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.